വഖഫിന്റെ പേരിൽ നടക്കുന്ന ലാൻഡ് ജിഹാദിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി സംഘപരിവാർ സംഘടനകൾ. മുനമ്പം വിഷയത്തെ തുടർന്നാണ് പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ ആലോചന യോഗം ചേർന്നു. ഹിന്ദു ഐക്യവേദി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ടി.കെ. രാജു യോഗം ഉദ്ഘാടനം ചെയ്തു. വഖഫ് നിയമപ്രകാരം ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിലാണ്. കേരളത്തിൽ മുനമ്പത്താണ് ഈ നിയമപ്രകാരം നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ BJP ഇതര സർക്കാരുകൾ ഇത് നടപ്പിലാക്കി തുടങ്ങി. വർഷങ്ങളായി കൈവശമിരിക്കുന്ന ഭൂമിയിൽ നിന്നും കുടിയിറങ്ങേണ്ട അവസ്ഥയിലാണ് പല കുടുംബങ്ങളും. വഖഫ് നിയമത്തിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംഘപരിവാർ സംഘടനകൾ. ഇതിന്റെ ആലോചനാ യോഗമാണ് ഉപ്പുതറയിൽ നടന്നത്. ഏലപ്പാറ, വാഗമൺ, ഉപ്പുതറ, അയ്യപ്പൻകോവിൽ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്താനും ഉപ്പുതറയിൽ വിപുലമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. യോഗം ഹിന്ദു ഐക്യവേദി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ടി.കെ. രാജു ഉദ്ഘാടനം ചെയ്തു. ഈ ഉപ്പുതറയിലും ഏലപ്പാറയിലും പീരുമേട് താലൂക്കിൽ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും നമ്മളൊക്കെ അധിവസിക്കുന്ന ഭൂമി നാളെ ഇതിന്റെ ഉടമസ്ഥാവകാശം മറ്റു പലരും അവകാശപ്പെടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിപത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇതിന് എതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? രാഷ്ട്രീയ സ്വയംസേവക സംഘവും അതുപോലെ എല്ലാവരും പരിവാർ പ്രസ്ഥാനങ്ങൾ എല്ലാവരും സംസ്ഥാന തലത്തിൽ ദേശീയ തലത്തിൽ കൂടിയിരുന്ന് ആലോചിച്ചതിന്റെ ഫലമായി കേരളത്തില് ഈ എല്ലാവരും ഒരുമിച്ച് ഈ സമരമുഖത്തെ രംഗത്ത് വരണമെന്നും അതിന് ഹിന്ദു ഐക്യവേദി നേതൃത്വം കൊടുക്കണമെന്നും തീരുമാനിക്കുകയുണ്ടായി. യോഗത്തിൽ ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് ബി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി P.K. സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘപരിവാർ വിവിധ സംഘടനാ നേതാക്കളായ ടി.കെ. രാജു, എ. സോമൻ, സി. സത്യകുമാർ, കെ. രാജപ്പൻ, സജിൻ കരിനാട്ട്, സെന്തിൽ, ബിജു, ബിന്ദു സജി, പ്രതിഭ പ്രശാന്ത്, ബിന്ദു പ്രദീപ്, ജെയിംസ് തോക്കൊമ്പേൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.